ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് പച്ചരിയും ചെറുപയർ പരിപ്പും വെച്ചിട്ടുള്ള ഒരു പായസമാണ്. അതിലേക്ക് 4 തേങ്ങയുടെ പാല്, 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, 1.5 കിലോ വെള്ളം പാനിയാക്കിയത്, ജീരകം, ചെറിയ ജീരകം, ഏലക്ക, ചുക്ക്, ഇതൊക്കെ എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ഈ 4 ഗ്ലാസ് അരി വൃത്തിക്ക് കഴുകി 3-ാം പാൽ ഒഴിച്ച് കുക്കറിൽ വേവിക്കാനായിട്ട് വയ്ക്കുക. അതിനുശേഷം വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കുന്നു. പാൻ ചൂടായതിനു ശേഷം മാത്രം ഇടുക. അത് ഒരു ചെറിയതായിട്ട് കളർ വ്യത്യാസം വന്നു കഴിയുമ്പോഴേക്കും നമ്മളത് വാങ്ങാവുന്നതാണ്. ഒത്തിരി ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ അത് വേകാൻ താമസമാണ്. അത് തണുക്കാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ജീരകം, ചുക്ക്, ഏലക്ക, ഇത് പൊടിയാനായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് വൃത്തിക്ക് കഴുകുക. അതൊരു 3 പ്രാവശ്യം നമ്മൾ കഴുകണം. 3 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം മാറ്റി അത് വയ്ക്കുക. അത് വേറൊരു ചെറിയ പാത്രത്തിലേക്ക് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. അതിനുശേഷം നമ്മൾ വേറൊരു തവ എടുത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ചെറുപയർ പരിപ്പ് വേകാൻ അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ഈ നെയ്ക്കകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങാക്കൊത്ത്, അരമുറി തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതാണിത്. അത് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പിന് ഒരു ചെറിയ കളർ വ്യത്യാസം വരുമ്പോഴേക്കും നമുക്കതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടെ മുന്തിരി വീർത്ത് വരുമ്പം അണ്ടിപ്പരിപ്പ് കറക്റ്റായിട്ട് മൂത്തിട്ടുണ്ടാവും. അത് രണ്ടും മൂപ്പിച്ച് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ അത് ഓവറായിട്ട് മൂത്ത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അന്നേരത്തേക്കും നമ്മൾ കുക്കറിൽ വെച്ചിരുന്ന നമ്മുടെ അരി വെന്തിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ ആ കുക്കറിലേക്ക് അടുപ്പിൽ വെച്ചിരുന്ന ചെറുപയർ പരിപ്പെടുത്ത് ഇട്ട് അത് വേവിച്ചിട്ടുണ്ട്. അടുപ്പിൽ വെച്ചിട്ട് അത് വേകാത്തത് കൊണ്ട് പെട്ടെന്നാകാൻ കുക്കറിൽ വേവിച്ച് ഈ അരിയുടെ കൂട്ടത്തിൽ നമ്മൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. അത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അതിൻ്റെ അകത്ത് കട്ടയോ തരിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് പിന്നെ അങ്ങനെ കട്ടയായിട്ട് കിടക്കും. അത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ 1.5 കിലോ വെള്ളം പാനിയാക്കിയതാണ്, ശർക്കര പാനി, അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ശർക്കര പാനിയിൽ ഒരു 10 മിനിറ്റ് കടന്ന് ഇതൊന്ന് വരണ്ട് വരണം. ഇത് അരിയിലെല്ലാം നന്നായിട്ട് ശർക്കര പിടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. അത് തിളച്ച് പറ്റി കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഇളക്കിക്കൊണ്ട് വേണം നമ്മൾ ഒഴിക്കാൻ. കാരണം ഇത് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് കട്ടയാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് ഇളക്കി ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് തിളച്ച് പറ്റി കഴിയുമ്പോഴേക്കും നമ്മുടെ തലപ്പാൽ, അതായത് 1-ാം പാല് ഒഴിച്ചു കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ചിട്ട് കുറേ അത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളത് ഒഴിച്ചു കൊടുത്ത പാടെ തന്നെ നമുക്ക് അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഏലക്കാപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കിസ്മിസും നട്ട്സും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് മതി. ഉപ്പുപൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മതി. ഞങ്ങൾ ഉപ്പുനീരായതുകൊണ്ട് ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇത് നന്നായിട്ട് ഇളക്കി നമ്മൾ വറക്കാനായിട്ട് എടുത്തിരുന്ന നെയ്യും കൂടി ഇട്ട് ഇത് മാറ്റി വയ്ക്കുന്നു. ഇപ്പോഴേക്കും നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അത് സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നു. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇതുപോലെയുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.